അഡ്വക്കേറ്റ് നിക്കോളാസ് ജോസഫ്, ഈ കേസിൽ പ്രധാനപ്പെട്ട അഭിഭാഷകനായിരുന്ന ഈ പ്രതികൾക്ക് വേണ്ടി ഹൈക്കോടതി CBI കോടതിയിൽ വാദിച്ച ശ്രീ CK ശ്രീധരൻ, അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് താങ്കൾ, അഡ്വക്കേറ്റ് നിക്കോളാസ് ജോസഫ്. താങ്കൾക്ക് ഈ കേസിൻ്റെ എല്ലാ വശങ്ങളും നല്ലവണ്ണം അറിയാവുന്ന ആൾ കൂടിയാണ്. ഈ കേസിൽ എന്താണ് ശരിക്കും CPIM എന്നൊരു പ്രസ്ഥാനത്തെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഏത് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം ഒരു ചർച്ച ഇന്നിപ്പോൾ എടുക്കാൻ തന്നെ കാരണം. സാധാരണ ഇത്തരം ചർച്ചകളൊക്കെ ഒഴിവാക്കി പോവുകയാണല്ലോ നമ്മളൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചർച്ച എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇന്നിപ്പോൾ എന്തുകൊണ്ടാണ് CPIM നേതാക്കൾ ഇങ്ങനൊരു പരാതി പറയുന്നത് എന്ന് ശരിക്കും അന്വേഷിച്ച് അത്തരം ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തയ്യാറായത്. അതിനകത്ത് നമ്മുടെ നാട്ടിൽ CPIM പ്രവർത്തകരും UDF പ്രവർത്തകരും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇവിടെ ഈ കല്യോട്ടും നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും CPIM പ്രവർത്തകരും തമ്മിൽ അവിടെ ഒരു സംഘർഷമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അവിടെ 2 പേർ കൊല ചെയ്യപ്പെടുന്നത്. അവർ കോൺഗ്രസ് പ്രവർത്തകരാണ്. നേരത്തെ അഡ്വക്കേറ്റ് അനിൽ ബോസ് ചോദിച്ചതാണല്ലോ, ഒരു കോൺഗ്രസ്സുകാരല്ലേ എന്നാണ് ചോദിച്ചത്. ഒരു കോൺഗ്രസ് ആണ്. പക്ഷേ അതിൻ്റെ ആ കേസ് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന് ഒരു വീണ് കിട്ടിയ അവസരം പോലെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ CPIMൻ്റെ ഉന്നത നേതാക്കൾ വരെ ഗൂഢാലോചന നടത്തി കൊന്നതാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അത് ഈ കോടതിയുടെ വിധിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതിനെ ഖണ്ഡിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉണ്ടായത്? ഇന്നത്തെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാമോ? ഇന്നത്തെ കോടതി വിധിയിൽ അത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇന്ന് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ CPM നേതാക്കളെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് 14-ാം പ്രതിയായിരുന്ന മണികണ്ഠൻ, അന്നത്തെ ഏരിയ സെക്രട്ടറിയാണ്, ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. 20-ാം പ്രതിയായ KV കുഞ്ഞിരാമൻ CPMൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്, മുൻ MLA ആണ്. പിന്നെ രാഘവൻ വെളുത്തോളി, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു അന്നത്തെ കാലത്ത്. ഇതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരെന്ന് അല്ലെങ്കിൽ CPMൻ്റെ പ്രവർത്തകരെന്ന് പറയാൻ പറ്റുന്നത്. ഈ 3 പേർക്കെതിരെയും ഇന്നത്തെ ബഹുമാനപ്പെട്ട കോടതിയുടെ കണ്ടെത്തൽ പ്രകാരം അവരെ ഗൂഢാലോചന കൊടുത്തത്, അതായത് 120B IPC പ്രകാരമുള്ള കുറ്റത്തിൽ നിന്ന് അവരെ വിമുക്തരാക്കിയിട്ടായിട്ടാണ് ഇന്നത്തെ കോടതി വിധിയിൽ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത്. അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടതും തെളിയിക്കപ്പെട്ടതുമായിട്ടുള്ള ഏക കുറ്റം IPC 225 വകുപ്പ് പ്രകാരം രണ്ടാം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത 2-ാം പ്രതിയെ 18/2/2019 തീയതി രാത്രി പാക്കം ചെറൂട്ട എന്ന സ്ഥലത്ത് വെച്ച് ജീപ്പിൽ കയറ്റിയിരുത്തി അവരെ ഇറക്കിക്കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ട IPC 225 വകുപ്പിൽ മാത്രമാണ് അവരെ 4 പേരെയും 14-ാം പ്രതിയായ മണികണ്ഠനെയും 20-ാം പ്രതിയായ KV കുഞ്ഞിരാമനെയും 21, 22 പ്രതികളെയും ഇന്ന് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ ഗൂഢാലോചന അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഈ കേസിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 5/1/2019 തീയതി ഈ കേസിൽ നിന്ന് കുറ്റക്കാരായി കണ്ടെത്തിയവരിൽപ്പെട്ട 15 പ്രതി, 1-ാം പ്രതി പീതാംബരനെയും 15-ാം പ്രതി സുരേന്ദ്രൻ എന്ന വിഷ്ണു സുരയെയും കല്യോട്ട് ബസാറിൽ വെച്ചിട്ട് ഈ കേസിൽ പിന്നീട് മരണപ്പെട്ട ശരത്ലാലും ഈ കേസിലെ ഗൂഢാലോചന സിദ്ധാന്തം തെളിയിക്കാൻ വേണ്ടി CBI കണ്ടെത്തി കൊണ്ടുവന്ന അവർ സൃഷ്ടിച്ച പ്രധാനപ്പെട്ട 6ഓളം സാക്ഷികളും പ്രതികളാക്കപ്പെട്ട, അതായത് ഈ പീതാംബരനെയും വിഷ്ണു സുരയെയും വധിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അവരുടെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ട ഒരു 307 കേസ്, വധോദ്യമ കേസിൽ 24 ദിവസം റിമാൻഡിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണ് 5/1 നടന്ന സംഭവത്തിൽ. ഈ പറഞ്ഞ ഈ കേസിൽ ആരോപിതമായ സംഭവത്തിന് മുമ്പ് അങ്ങനെ ഒരു പശ്ചാത്തലം ഇതിലുണ്ട്. അതിൽ അവർക്ക് വ്യക്തിപരമായി ഏറ്റ ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊരു കേസിലേക്ക് നയിച്ചത് എന്നാണ് പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതല്ലാതെ അതിന് മറ്റ്
ഈ പറയുന്ന കാസർഗോഡ് ജില്ലയിലെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ CPM നേതാക്കൾക്കിടെ പങ്കാളിത്തമോ ഇല്ലെങ്കിൽ അവരുടെ ഗൂഢാലോചനയോ ഒന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടില്ലാത്തതുമാണ്. എന്ന് മാത്രമല്ല, ആ പറഞ്ഞ ഗൂഢാലോചന പിന്നീട് CBI ഒരു ഗൂഢാലോചന സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് വേണ്ടി നിരവധി സാക്ഷികളെ പുതുതായി, അതായത് 2.5 കൊല്ലത്തിന് ശേഷം അവർ കണ്ടെത്തിയ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായ, അതേപോലെ തന്നെ പെരിയ സർവീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പെരിയ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരും കല്യോട്ട് പ്രദേശവാസികളുമായ യൂത്ത് കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട കുറെ 12ഓളം നേതാക്കളെ തെരഞ്ഞുപിടിച്ച് സാക്ഷികളാക്കി ആവിഷ്കരിച്ചതാണ് ഈ കേസിലെ ഗൂഢാലോചന സിദ്ധാന്തം. ആ ഗൂഢാലോചന സിദ്ധാന്ത പ്രകാരമാണ് CBI പിന്നീട് 15 മുതൽ 19 വരെയുള്ള പ്രതികളെ 120B പ്രകാരം 302 വകുപ്പും ചേർത്ത് കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തി 1 മുതൽ 11 വരെ പ്രതികളോടൊപ്പം ചേർന്ന് ഈ കൊലപാതകം നടത്തിയെന്ന് ആരോപിച്ചത്. പക്ഷേ അങ്ങനെ ആരോപിക്കപ്പെട്ടതിൽ 16 മുതൽ 19 വരെയുള്ള പ്രതികളെ ഇന്ന് കോടതി നിരപരാധികളാണെന്ന്, അവർക്കെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നിരപരാധികളാണെന്ന് കണ്ടെത്തി അവരെ വെറുതെ വിടുകയാണ്. അതായത് കേരള പോലീസ്, ലോക്കൽ പോലീസും കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ചും ഒക്കെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ശരിയായി വരുന്നത്. അത് പിന്നീട് CBI കണ്ടെത്തി ചേർത്ത കാര്യങ്ങൾ തെറ്റാണെന്ന് റദ്ദാക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവര് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ മരണപ്പെട്ട ശരത്തിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളായ കൃഷ്ണൻ, ബാലാമണി, ശരത് ലാലിന്റെ കൃപേഷിന്റെ മാതാപിതാക്കൾ, സത്യനാരായണൻ, ലതാപി, ഇവരെയൊക്കെ സാക്ഷികളായിട്ട് കോടതിയിൽ വിസ്തരിച്ചതാണ്. ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഈ റിട്ട് പെറ്റീഷൻ കൊടുക്കുന്നതിന് മുമ്പായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ചീഫ് സെക്രട്ടറിക്കും കേരള സംസ്ഥാന പോലീസ് മേധാവിക്കും ഒരു ഹർജി കൊടുത്തിരുന്നു. അതിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ എന്നെ അനുവദിക്കുക. അത് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷനോടൊപ്പം ശ്രീ ആസഫ് അലി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അതോടൊപ്പം ഹാജരാക്കിയ ഒരു രേഖയാണ്. മേൽ സംഭവത്തെ തുടർന്ന്, ഈ കൊലപാതകത്തെ തുടർന്ന് ശ്രീ K. ശ്രീകുമാറിന്റെ PW1 പരാതിയെ തുടർന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് ബേക്കൽ പോലീസ് ക്രൈം നമ്പർ 81/2019 വകുപ്പ് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം ആരംഭിച്ചെങ്കിലും കൊലപാതകത്തിൽ ഭരണകക്ഷിയായ CPM പാർട്ടിക്ക് പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് ആരംഭത്തിൽ തന്നെ കേസ് അന്വേഷണത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. അതിനെ തുടർന്നായ പരാതിയെ തുടർന്ന് സർക്കാർ മേൽ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ച് പോലീസിനെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. അതായത് ഈ സംഭവം ഉണ്ടായ 17/2/2019 തീയതി രാത്രി 7:45 മണി സമയത്ത് ഈ ആരോപിതമായ സംഭവം ഉണ്ടായെന്നാണ് പറഞ്ഞത്. അന്ന് രാത്രി തന്നെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയും സംസ്ഥാന പോലീസ് മേധാവിയും കൂടി കൂടിയാലോചിച്ച് കാസർഗോഡ് ജില്ലയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും അവർ അന്ന് രാത്രി തന്നെ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു. അവര് കേസ് അന്വേഷിച്ച് 5 ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ മരണപ്പെട്ടവരുടെ മാതാപിതാക്കളും കോൺഗ്രസ് നേതാക്കന്മാരും അവർക്കെതിരെ പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് ഒരു മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കേസ് അന്വേഷണം നടത്തിയത്. അവർ 3 മാസം അന്വേഷിച്ച് 1 മുതൽ 14 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം അടക്കം ചാർജ് ചെയ്ത് കോടതിയിൽ വന്ന ഫൈനൽ റിപ്പോർട്ടിനെതിരെയാണ് അവര് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചില് റിട്ട് പെറ്റീഷനുമായിട്ട് വന്നത്. ആ റിട്ട് പെറ്റീഷനിനകത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ക്രൈംബ്രാഞ്ച് കുറ്റാന്വേഷണം നടത്തി തയ്യാറാക്കിയ ഫൈനൽ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സംസ്ഥാന സർക്കാർ അതിനെതിരെ, കാരണം സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണിത്, സർക്കാരിന്റെ ഭാഗമായ കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കുറ്റപത്രം റദ്ദാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് കേരള സർക്കാർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീർച്ചയായും